ഹായ് ഓൾ, എല്ലാവർക്കും AZB അക്കാഡമിയുടെ യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. എല്ലാവർക്കും അറിയാം, നമ്മുടെ SSC GD 2026 എക്സാംസ് ഓൺ ഗോയിങ് ആണ്. അപ്പോൾ റീസെന്റ് ഇപ്പൊ നമ്മുടെ എക്സാം പാറ്റേൺ വെച്ചിട്ട് SSCക്ക് അവര് ഇനിക്വാളിറ്റി എന്ന് പറയുന്ന ഒരു പോർഷനിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് റീസെന്റ് ഇപ്പൊ ആഡ് ചെയ്തു. അപ്പൊ കുട്ടികളൊക്കെ പറയുന്നത് ഇനിക്വാളിറ്റി, ശരിക്കും പറഞ്ഞാൽ ഇനിക്വാളിറ്റി നമുക്ക് SSCയിൽ വളരെ റെയർ ആയിട്ടേ ചോദിക്കാറുള്ളൂ. നമുക്ക് ബാങ്കിന്റെ ഒരു ടോപ്പിക്കാണത്. അപ്പോ ഓൾറെഡി കുട്ടികളെല്ലാവരും കൺഫ്യൂഷൻ ആണ്, അതൊന്നും ആൻസർ ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെയാണ് അവരുടെ എന്താ പറയാ അവര് പറയുന്നത്. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനിക്വാളിറ്റിയിലെ ക്വസ്റ്റ്യൻസ് മാത്രമാണ്. ഓക്കെ, സോ ഇനിക്വാളിറ്റീസ് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് കുറേ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്താ പറയാ, നിങ്ങൾക്കറിയാം, ക്വസ്റ്റ്യൻ കണ്ടവർക്ക് മനസ്സിലായി കാണും. ശരിക്കും പറഞ്ഞാൽ അത് എളുപ്പമാണ് കേട്ടോ. അത് ഒരു ട്രിക്ക് ഉണ്ട്, ആ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ആ ട്രിക്ക് വെച്ചിട്ട് നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും, ഒരു GD ലെവലിൽ ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനകത്ത് ഇനിക്വാളിറ്റിക്കകത്ത് നമുക്ക് അറിയേണ്ട ഇനിക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഈക്വൽ സിമ്പിൾ നമുക്കറിയാം ഇല്ലേ? അതുപോലെ ഇനിക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഈക്വൽ അല്ല. ഓക്കെ, അപ്പൊ ഈക്വൽ അല്ല, ഈക്വൽ മീൻസ് ഡയറക്റ്റ് അവരെന്തല്ല, ഈക്വൽ അല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് സിമ്പലും കാര്യങ്ങളും ഒന്ന് പരിചയപ്പെടണം. സിമ്പലും കാര്യങ്ങളും 5 സിമ്പിളാണ് നമുക്ക് വേണ്ടത്. ഒന്നെന്ന് പറയുന്നത് ഈ സിമ്പലാണ്, 2 ഈ സിമ്പലാണ്, 3 ഇത്, 4 ഇത്, പിന്നെ നമ്മുടെ ഈക്വൽ ടു. ഈ 5 സിമ്പിൾസ് ആണ് നമുക്ക് അറിയേണ്ടത്. ഇതിൽ ഈക്വൽ ടു അറിയാമല്ലോ, ഈക്വൽ ടു എല്ലാവർക്കും അറിയാം. ദെൻ ഈ സിമ്പിൾ എന്താണ്? ഇപ്പോ A ഗ്രേറ്റർ ദാൻ B അല്ലേ, നമുക്ക് അങ്ങനെയല്ലേ പറയാം. ഇത് എന്ത് സിമ്പിളാണ്? ഗ്രേറ്റർ ദാൻ ആണ് അല്ലേ. അതായത് ആ മൗത്ത്, ഇത് എന്റെ വായായിട്ട് അസ്യൂം ചെയ്യുക. ഈ വാ തുറന്നിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് എന്തായിരിക്കും? വലുതായിരിക്കും. ഓക്കെ, അപ്പോൾ A ഗ്രേറ്റർ ദാൻ B എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് A വലുതും B എന്താണ്? ചെറുതും. അതാണ് അതിന്റെ അർത്ഥം. ഈ സിമ്പിളിന്റെ അർത്ഥം എന്താ? A ആണ് ഇവിടെ വലുത്, B എന്താണ്? ചെറുതാണ്. ഇതെന്താണ്? നമുക്കറിയാം, ലെസ് ദാൻ ആണ്. ഇപ്പോൾ A ലെസ് ദാൻ B എന്നാണ് നമ്മൾ ഇവിടെ പറയാ. A ചെറുതും B ആണ് വലുത്. വാ, അതിന്റെ ആരോ മാർക്കിലെ വാ എങ്ങോട്ടേക്കാണോ ഓപ്പൺ ചെയ്യുന്നത് അതെന്താണ്? ബിഗ്ഗർ ആണ്. ദെൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്താണ്? 2 പോസിബിലിറ്റി ആണ് ഇതിൽ നിന്ന് വരുന്നത്. A ഗ്രേറ്റർ ദാൻ B എന്നും പറയാം, A ഈക്വൽ ടു B എന്നും പറയാം. 2 പോസിബിലിറ്റി. ഓക്കെ, A ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു B എന്ന് പറഞ്ഞാൽ A വലുതാണ്, A അല്ലെങ്കിൽ ഈക്വലും ആകാം. അതുപോലെ A ലെസ് ദാൻ ഓർ ഈക്വൽ ടു B എന്ന് പറഞ്ഞാലോ, A ലെസ് ദാൻ B യു ആണ്, A ഈക്വൽ ടു B യു ആണ്. ശരിയാണോ? ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും സിമ്പിൾസും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതാണ് ശരിക്കും ഇനിക്വാളിറ്റിയുടെ അർത്ഥം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് 1-2 കാര്യത്തിലാണ്. ഇപ്പൊ A ഗ്രേറ്റർ ദാൻ B, B ഗ്രേറ്റർ ദാൻ C, അല്ലെങ്കിൽ C ലെസ് ദാൻ E, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരും. ഒന്നിലധികം ഇക്വേഷനും കാര്യങ്ങളും തന്നിട്ട് കുറെ കൺക്ലൂഷൻസ് അവർ പറയും. ഇപ്പൊ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഒരു സെറ്റ്, 2 സെറ്റ് ഇനിക്വാളിറ്റീസ് നമുക്ക് തന്നിട്ട് അതിൽ നിന്നും കുറെ ഓപ്ഷൻസ് നമുക്ക് തന്നിട്ട് ഇതിൽ ഏതായിരിക്കും ശരി, ഏതാണ് തെറ്റ് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഗ്രേറ്റർ വലുത് ലെസ് ഒന്നും നമുക്ക് വേണ്ട. നമുക്ക് വേണ്ട കാര്യം ഇവിടെ A ഗ്രേറ്റർ ദാൻ B എന്ന് ഉദ്ദേശിക്കുവാണെങ്കിൽ, അവർ ക്വസ്റ്റ്യനെ തരുവാണെങ്കിൽ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, Aക്ക് Bയുടെ അടുത്തേക്ക് പോകാം. നിങ്ങൾ ഈ സിമ്പലിനെ ഒരു ഗേറ്റ് ആയിട്ട് കാണുക. ആ സിമ്പൽ നിങ്ങൾ എന്തായിട്ട് കാണുക? ഒരു ഗേറ്റ് ആയിട്ട് കാണുക. സോ A ഗ്രേറ്റർ ദാൻ B എന്ന് പറയുവാണെങ്കിൽ ആ ഗേറ്റ് തുറന്നു കിടക്കുവാണ്. Aക്ക് ആരടുത്തേക്ക് പോവാം? Bയുടെ അടുത്തേക്ക് പോകാം. ഓക്കെ ആണോ? ഇനി തിരിച്ചാണെങ്കിലോ, A ലെസ് ദാൻ B ആണ്. അപ്പൊ ഗേറ്റ് എങ്ങോട്ടേക്കാ ഓപ്പൺ? ഈ ഗേറ്റ് തുറന്നു കിടക്കുന്ന ആരടുത്തേക്കാ? Bയുടെ അടുത്തേക്കാ. സോ Bക്ക് Aയുടെ അടുത്തേക്ക് പോകാം. ഓക്കെ, അതാണ് ഈ സിമ്പൽ കൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ അത്രയും മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഡീറ്റെയിൽ ആയിട്ട് ഒന്നും വേണ്ട. നമുക്ക് ക്വസ്റ്റ്യൻ എന്ത് ചെയ്താൽ മതി? ഉത്തരം ചെയ്താൽ മാത്രം മതി. അപ്പൊ എന്താ പറഞ്ഞ? A ഗ്രേറ്റർ ദാൻ B എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? Aക്ക് Bയുടെ അടുത്തേക്ക് പോകാം. ഗേറ്റ് അവിടെ തുറന്നിട്ടേക്കുവാണ്. അതുപോലെ തിരിച്ച് ഇവിടെ ആണെങ്കിലോ, Bക്ക് Aയുടെ അടുത്തേക്ക് പോകാം, അവിടെ ഗേറ്റ് ഓപ്പൺ ആണ്. ഇനി അടുത്ത കേസ് എന്താ പറഞ്ഞിരിക്കുന്നത്? A ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു B എന്നാണ്. A എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു B എന്നാണ്. അപ്പൊ A ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഈ ഈക്വൽ ടു സൈൻ നിങ്ങൾ എന്താണെന്ന് അറിയാൻ മനസ്സിലാക്കേണ്ടത്? അതൊരു ഗേറ്റിന്റെ ലോക്ക് ആണെന്ന് വിചാരിക്കുക. എന്താണെന്ന് വിചാരിക്കുക? ഗേറ്റിന്റെ ലോക്കാണ്.
ഓക്കെ, അപ്പൊ ഗേറ്റും കൂടെ ഉണ്ട്. അപ്പൊ ഗേറ്റിന്റെ ലോക്ക് തുറന്നിട്ട് വേണം എന്ത് ചെയ്യാൻ, ബിയുടെ അടുത്തേക്ക് പോവാൻ. ഓക്കെ, തിരിച്ചാണെങ്കിലോ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആകുമ്പോഴോ രണ്ടിടത്തും ബി എന്താണ്, എയുടെ അടുത്തോട്ട് പോവാം. അവിടെ ആ ഗേറ്റിന് എന്തുണ്ട്, ലോക്ക് ഉണ്ട്. അപ്പൊ ഈ ലോക്ക് വന്നാലുള്ള പ്രത്യേകത, ഇപ്പൊ എക്ക് ബിയുടെ അടുത്തോട്ട് മാത്രമായിരിക്കത്തില്ല. നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി, ദെൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഡി, ഇങ്ങനെയായിരിക്കും. നമുക്കൊരു ഇക്വേഷൻ തരുന്നത് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡി എന്നാണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, നമുക്ക് ഇതൊരു സെറ്റ് ഓഫ് ഇനിക്വാളിറ്റി ഇതാ തന്നിരിക്കുന്നത്, ഈ ഒരു കൺക്ലൂഷൻ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നാണ് നമുക്ക് നോക്കണ്ടേ. സോ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡി എന്ന് പറഞ്ഞാൽ എക്ക് ഡിയുടെ അടുത്തേക്ക് പോകണം. ഓക്കെ, അപ്പൊ എക്ക് നമ്മൾ ഈ ഇക്വേഷൻ നോക്കുമ്പോൾ എക്ക് ബിയുടെ അടുത്തേക്ക് പോവാം, ബിയിൽ നിന്ന് സിയുടെ അടുത്തേക്ക് പോവാം, സിയുടെ അടുത്ത് നിന്ന് ഡിയുടെ അടുത്തേക്ക് പോവാമല്ലോ, എത്തിച്ചേരാൻ പറ്റും. പക്ഷെ അവിടെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ എന്തുണ്ട്, ലോക്ക് ഉണ്ട്. അപ്പൊ ലോക്ക് ഉള്ള ആള് ഇത്തിരി എന്താ പറയാ, ഇത്തിരി ഹെഡ് വൈറ്റ് ആണ്. അയാൾക്ക് ലോക്ക് ഉണ്ടെങ്കിൽ അയാൾ പോകുന്ന എല്ലാ ഗേറ്റിനും ലോക്ക് വേണം. എന്താ പറഞ്ഞേ, ഗേറ്റും ലോക്കും മറികടന്നാണ് എത്തുന്നതെങ്കിൽ എ പോകുന്ന വഴിയിലെല്ലാം എന്തുണ്ടായിരിക്കണം, ആ ഗേറ്റും ലോക്കും ഉണ്ടായിരിക്കണം. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ശരിയാ, ഇവിടെ ലോക്കുണ്ട്, ഇവിടെ ലോക്കുണ്ട്, ഇവിടെ ഒക്കെ സെറ്റ്. അപ്പൊ എന്താണ്, ഈ കൺക്ലൂഷൻ ഫോളോ ചെയ്യും. പക്ഷേ സപ്പോസ് ഇപ്പോ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി, ഗ്രേറ്റർ ദാൻ സി, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഡി, ഇങ്ങനെയാണ് വന്നു എന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ കണ്ടീഷൻ, പോകുന്ന വഴി എല്ലാം ഗേറ്റ് ഉണ്ടോ, ഇല്ല. ഇവിടെ ഒരിടത്ത് ഗേറ്റ് ഉണ്ട്, ലോക്ക് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ സെയിം കൺക്ലൂഷൻ അവിടെ എന്ത് ചെയ്യത്തില്ല, ഫോളോ ചെയ്യില്ല. സെയിം കൺക്ലൂഷൻ എന്ത് ചെയ്യത്തില്ല, ഫോളോ ചെയ്യത്തില്ല. അപ്പൊ ലോക്ക് ഉണ്ടെങ്കിൽ പോകുന്ന വഴി എല്ലാം എന്ത് ഉണ്ടാവണം, ലോക്ക് ഉണ്ടാവണം, ഗേറ്റും ഉണ്ടാവണം. ഗേറ്റ് ഉണ്ടെങ്കിലേ ലോക്ക് ഉണ്ടാവും, അത് വേറെ സത്യം. ഓക്കെ, അപ്പൊ ഗേറ്റ് ഉണ്ടാവണം, മനസ്സിലായോ? അപ്പൊ ഗേറ്റ് ഉണ്ടാവണമെങ്കിൽ ലോക്ക് ഉണ്ടെങ്കിൽ ഗേറ്റും ഉണ്ട്. അപ്പോൾ ഗേറ്റ് ലോക്ക് ഇല്ലാതെ വരാറുണ്ട്, അത് നമ്മൾ ആദ്യം പറഞ്ഞ കേസ്. ആ കേസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അയാൾ അത്ര ഡിമാൻഡുള്ള ആളൊന്നുമല്ല, പക്ഷേ അയാൾക്ക് ഒരു ഡിമാൻഡ് ഉണ്ട്. ഇപ്പോൾ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി, ഗ്രേറ്റർ ദാൻ സി, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡി, ഈ സെയിം കേസ്. ഇവിടെ നമുക്കൊരു ഇക്വേഷൻ തന്നിരിക്കുന്നത് എ ഗ്രേറ്റർ ദാൻ ഡി എന്നാണ്. ഈ കൺക്ലൂഷൻ ഫോളോ ചെയ്യുന്നു എന്നാണ് നമുക്ക് ചോദ്യം. അപ്പം കൺക്ലൂഷൻ എന്താ, എക്ക് ഡിയുടെ അടുത്തേക്ക് പോകാം, അതല്ലേ കൺക്ലൂഷൻ. സോ എക്ക് ബിയുടെ അടുത്തേക്ക് പോവാം, ബിയിൽ നിന്ന് സിയുടെ അടുത്തേക്ക് പോവാം, സിയിൽ നിന്ന് ഡിയുടെ അടുത്തേക്ക് പോവാമല്ലോ. അപ്പൊ നോക്കുമ്പോ ഇവിടെ ലോക്കുണ്ട്, ഇവിടെ ലോക്കില്ല, ഇവിടെ എന്തുണ്ട്, ലോക്കുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ലോക്കില്ല, അവിടെ ലോക്കില്ല എന്നുണ്ടെങ്കിൽ, അതായത് കൺക്ലൂഷനകത്ത് ലോക്കില്ല എന്നുണ്ടെങ്കിൽ പോകുന്ന വഴിയിൽ എവിടെങ്കിലും ഒരിടത്തെങ്കിലും ഗേറ്റിന് ലോക്ക് ഇല്ലാതിരിക്കണം. അതായത് ആ ഇനീക്വാലിറ്റി സൈൻ കാണാൻ പാടില്ല, ഈക്വൽ സൈൻ കാണാൻ പാടില്ല. ഒന്നെങ്കിൽ ഗ്രേറ്റർ അല്ലെങ്കിൽ ലെസ്സേ കാണാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ എന്താ, അയാൾക്ക് വലിയ ഡിമാൻഡ് ഒന്നും ഇല്ല. അയാൾ ഗേറ്റ് ലോക്ക് ഇല്ലാതല്ലേ ചാടിപ്പോയത്. അതായത് എ എന്ന് പറയുന്ന ആള് ഡിയുടെ അടുത്തേക്ക് എങ്ങനെയാ പോയത്, ഗേറ്റ് മാത്രം തുറന്നാ പോയത്, ലോക്കൊന്നും ഇല്ലായിരുന്നു. അപ്പൊ അയാൾ പോകുന്ന വഴിയിൽ അയാൾക്കൊരു ആഗ്രഹമുണ്ട്, ലോക്ക് കാണാൻ പാടില്ല എവിടെയെങ്കിലും ഒരിടത്ത്. എല്ലായിടത്തും ലോക്ക് വന്നാൽ അയാൾക്ക് പോകാൻ പറ്റില്ല. അതായത് ഈ കേസ് ഉണ്ടല്ലോ, എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സി, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഡി, അവിടെ തന്നിട്ട് എ ഗ്രേറ്റർ ദാൻ ഡി എന്നുള്ള ഓപ്ഷൻ ഫോളോ ചെയ്യുമോ എന്ന് ചോദിക്കുവാണെങ്കിൽ എന്ത് പറ്റും, എക്ക് ഡിയുടെ അടുത്തോട്ട് പോകാം. അപ്പൊ നമ്മളിവിടെ നോക്കുമ്പോൾ എക്ക് ബിയുടെ അടുത്തോട്ട് പോകാം, ബിയിൽ നിന്നും സി, സിയിൽ നിന്നും ഡി പോകാം. പക്ഷെ ഇയാൾക്ക് എന്തില്ല, ലോക്കില്ല. ലോക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ലോക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരിടത്തെങ്കിലും ലോക്ക് ഇല്ലാതിരിക്കണം. പക്ഷെ ഇവിടെ എല്ലായിടത്തും ലോക്ക് ഉണ്ടായിപ്പോയി. അപ്പൊ എന്ത് ചെയ്യത്തില്ല, ഈ കൺക്ലൂഷൻ ഫോളോ ചെയ്യത്തില്ല. മനസ്സിലായോ, ക്ലിയർ ആയോ? അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇത് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പറഞ്ഞു തരാത്തത് ഇത് അധികം നമുക്ക് അറിയാത്തൊരു ടോപ്പിക് ആയതുകൊണ്ടാണ് ജസ്റ്റ് അത് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങൾ, എ ഗ്രേറ്റർ ദാൻ ബി, എ ലെസ് ദാൻ ബി, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അപ്പൊ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് വരുന്നതെങ്കിൽ അവിടെ ലോക്ക് ഉണ്ട്. ലോക്ക് കടന്ന് ഒരാൾ അടുത്ത് വീട്ടിൽ പോവുകയാണെങ്കിൽ അയാൾക്ക് പോകുന്ന വഴി എല്ലാം എന്ത് വേണം, ലോക്ക് വേണം. ഒന്നാമത്തെ കാര്യം. സെക്കൻഡ് കണ്ടീഷൻ എന്താ പറഞ്ഞേ, ലോക്കില്ല. ലോക്ക് ഇല്ലാതെ പോവുകയാണെങ്കിൽ എവിടെയെങ്കിലും ഒരിടത്തെങ്കിലും എന്ത് വേണം, ലോക്ക് ഇല്ലാതെ കാണണം. ഇനി ഒരു സൈൻ എന്താണ്, ഈക്വൽ ടു, എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി. ഇതിന്റെ അർത്ഥം എന്താ, എക്ക് ബി എടുത്തോട്ട് പോവാം, ബിക്ക് എ എടുത്തോട്ട് പോവാം, അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് എന്ത് വേണം, ലോക്ക് വേണം. ഓക്കെ, അപ്പൊ എ ബിയിലോട്ട് പോകുമ്പോഴത്തേക്കും എല്ലാ സൈഡിലും എന്ത് വേണം, ലോക്ക് വേണം.
തിരിച്ചാണെങ്കിലും ബിക്ക് എയുടെ അടുത്തോട്ട് പോകാനാണെങ്കിലും എല്ലാ സൈഡിലും എന്ത് വേണം? ലോക്ക് വേണം. മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയും കാര്യം മാത്രം എന്ത് ചെയ്താൽ മതി? നിങ്ങളൊന്ന് നോട്ടീസ് ചെയ്താൽ മതി. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഒരു 10 ക്വസ്റ്റ്യൻ ഉണ്ട്. ആ 10 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഓക്കെ, റെഡി ആണോ? തെറ്റാണല്ലോ, കുഴപ്പമില്ലല്ലോ. ക്വസ്റ്റ്യനിലിട്ട് നോക്കാം. നിങ്ങൾ ഈ ഗ്രേറ്റർ സിമ്പിളൊക്കെ എടുക്കുവാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഒത്തിരി കൺഫ്യൂഷൻ ആവത്തേ ഉള്ളൂ. എന്ത് ചെയ്താൽ മതി? ഈ ഒരു കാര്യം ഓർത്തു വെച്ചാൽ മതി. നിങ്ങൾക്കിനി വേറെ ഏതെങ്കിലും എന്താ പറയുക ട്രിക്കുകൾ അറിയാമെങ്കിൽ അത് ഫോളോ ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. ഇതാണെങ്കിൽ ഇങ്ങനെ നോക്കാം. ഓക്കെ, തൽക്കാലം ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമുക്ക് ഇത് മാത്രം മതി. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ, കുഴപ്പമില്ലല്ലോ. ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് സ്റ്റേറ്റ്മെന്റും തരും, കുറച്ച് ഓപ്ഷൻസും തരും. അപ്പൊ അതിൽ ഏതാണ് ഫോളോ ചെയ്യുന്നതെന്നാണ് നമുക്ക് വേണ്ടത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, P greater than or equal to Q greater than or equal to R greater than or equal to S less than T, J less than or equal to K less than or equal to R. അപ്പൊ ശരിക്കും ചെയ്യുന്ന എന്താ വെച്ചാൽ ഈ രണ്ട് കൺക്ലൂഷനകത്തും കോമൺ ആയിട്ട് ആരെങ്കിലും കാണും. അപ്പൊ അത് രണ്ടും കൂടെ സോർട്ട് ഔട്ട് ചെയ്തിട്ടാണ് നമുക്കത് വേണ്ടത്. നമുക്ക് അത്രയൊന്നും വേണ്ട. നമുക്ക് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് നമ്മുടെ ഓപ്ഷൻ നോക്കാം. ഓപ്ഷനിൽ നിന്നും ഈ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഫോളോ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയാൽ മാത്രം മതി. ഓക്കെ, ഫസ്റ്റ് അപ്പൊ നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടേക്കാ? കൺക്ലൂഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഫസ്റ്റ് കൺക്ലൂഷൻ നോക്കിയടാ, ജെ ഗ്രേറ്റർ ദാൻ ടി എന്ന് പറഞ്ഞാൽ ജെയ്ക്ക് ആരടുത്തേക്ക് പോകാം? ടിയുടെ അടുത്തേക്ക് പോകാമോ? ജെയ്ക്ക് ടിയുടെ അടുത്തേക്ക് പോകാം. നോക്കേ, ജെ എവിടെയാ? ഇവിടാണ് ജെ. ജെയ്ക്ക് ഇവിടെ ഗ്ലേറ്റ് അടച്ചിട്ടേക്കുക. കെയുടെ അടുത്തോട്ട് പോകാനൊന്നും ഒക്കില്ല. ഇവിടെ ജെ ഇല്ലല്ലോ, ഇല്ല. സോ ആ കൺക്ലൂഷൻ തെറ്റി. ഓക്കെ, ജെയ്ക്ക് ടി അടുത്തോട്ട് പോകാൻ പറ്റുമോ? ഇല്ല, ജെയ്ക്ക് ഇവിടെ പൂട്ടിയിട്ടേക്കുക, ജെയ്ക്ക് പോകാൻ പറ്റില്ല. ഓക്കെ, അടുത്ത് നോക്കിക്കേ, കെ ലെസ് ദാൻ ടി. കെ ലെസ് ദാൻ ടി എന്ന് പറഞ്ഞാൽ എന്താ? ടിക്ക് കെയുടെ അടുത്തേക്ക് പോകാം. ടിക്ക് കെയുടെ അടുത്തേക്ക് പോകാം. ടി എവിടെ? ടി തേണ്ടേ. ടിക്ക് എസിന്റെ അടുത്തേക്ക് പോകാം. നമുക്ക് എവിടെ എത്തണ്ടേ? കെയുടെ അടുത്ത് എത്തണം. എസിൽ നിന്നും എങ്ങോട്ടേക്കാ? ഇത് നോക്കിക്കേ, ടിയിൽ നിന്നും എസിലേക്ക് പോവാം. വാ തുറന്നിരിക്കുമായിരുന്നു, പക്ഷെ എസിൽ ഇവിടെ ഗേറ്റ് അടച്ചില്ലേ? ഇത് അടച്ചു കിടക്കുമല്ലേ, പോകാൻ പറ്റുമോ? ഇല്ല. സോ അതും ഫോളോ ചെയ്യത്തില്ല. കാരണം എസിൽ നിന്ന് ആറിലേക്ക് ഇറങ്ങുവാണെങ്കിൽ ആറിൽ നിന്നും കെയിലേക്ക് പോകാമായിരുന്നു. പക്ഷെ എസിന്റെ അവിടെ ലോക്കാണ്, ഗേറ്റ് അടച്ചിട്ടേക്കുക. ഓക്കെ, അപ്പൊ ആ വായുടെ കൂർത്ത പോർഷൻ എങ്ങോട്ടേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്? എസിന്റെ അടുത്തേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. അടുത്ത നോക്കിക്കേ, പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജെ എന്ന് പറഞ്ഞാൽ പിക്ക് ആരടുത്തേക്ക് പോകണം? ജെയുടെ അടുത്തേക്ക് പോകാൻ പറ്റുമോ? നോക്കിക്കേ, പിക്ക് വാ തുറന്നിരിക്കുവാണ്, ക്യൂവിൻ്റെ അടുത്തേക്ക് പോകാം. ഓക്കെ, ക്യൂവിൽ നിന്നും ആരടുത്തേക്ക് പോകാം? ആറിൻ്റെ അടുത്തേക്ക് പോവാം, ഓപ്പൺ ആണ്. നമുക്ക് പോകേണ്ട ജെയുടെ അടുത്തേക്കാ. ആറിൽ നിന്നും ദേ ആറ് ഇവിടെ അല്ലേ, ആറിൽ നിന്ന് ദേ ഓപ്പൺ അല്ലേ, നമുക്ക് കെയുടെ അടുത്തോട്ട് പൊക്കൂടെ? കെയിൽ നിന്ന് നമുക്ക് എവിടെ പോവാം? ദേ അവിടെ ഓപ്പൺ അല്ലേ, ജെയുടെ അടുത്ത് എത്തിയില്ലേ? ഈ നോക്കിക്കേ, ഈക്വൽ ടു സിമ്പൽ ഉണ്ട്. പോകുന്ന വഴിയെല്ലാം എന്ത് വേണം? ലോക്ക് വേണം. നോക്കിക്കേ, ഇവിടെ ലോക്ക് ഉണ്ടായിരുന്നു, ഇവിടെ ലോക്ക് ഉണ്ടായിരുന്നു, ഇവിടെ ലോക്ക് ഉണ്ട്, ഇവിടെ ലോക്ക് ഉണ്ട്. സോ നമ്മുടെ ഉത്തരം സി ആയിരിക്കും കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നത്. മനസ്സിലായോ? അടുത്ത ഓപ്ഷൻ, എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. എസിന് കെയുടെ അടുത്തോട്ടേക്ക് പോകാൻ പറ്റുമോ? നോക്കിക്കേ, എസിന് സത്യം പറഞ്ഞാൽ എങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല, അവിടെ ക്ലോസ്ഡ് ആണ്, ഓപ്പൺ അല്ല. സോ നമ്മുടെ ഉത്തരം സി ആയിരിക്കും വരുന്നത്. മനസ്സിലായോ? ഓപ്ഷൻ സി ആണ് ഫോളോ ചെയ്യുന്നത്. ചിലപ്പോൾ 1-2 ഓപ്ഷനൊക്കെ വരും. അങ്ങനെയാണെങ്കിൽ താഴെ കൺക്ലൂഷൻ 1 കൺക്ലൂഷൻ 2 ട്രൂ ആണെന്നൊക്കെ തരും. ഓക്കെ, ഇത് മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ അല്ലേ? അപ്പോൾ ആ വാ തുറന്നിരിക്കുന്ന പോർഷൻ നമ്മൾ ചാടി പോകുന്ന കേട്ടോ ആലോചിക്കുക. അവിടെ എന്തുണ്ട്? ഗേറ്റ് ഉണ്ടെങ്കിൽ എല്ലായിടത്തും എന്ത് വേണം? ഗേറ്റ് വേണം. ഗേറ്റ് ഇല്ലെങ്കിൽ എന്ത് വേണം? അപ്പം ഗേറ്റ് ഉണ്ടെങ്കിൽ എല്ലായിടത്തും ഗേറ്റ് വേണം. ഗേറ്റ് ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ പോകുന്ന വഴി ഒരിടത്തെങ്കിലും എന്ത് വേണം? ഗേറ്റ് ഇല്ലാണ്ട് ഉണ്ടാവണം. ഓക്കെ, അത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് ക്ലിയർ ആണോ? ഓക്കെ ആണോ? പ്രശ്നമില്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. ശരിക്കും പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് പോയാൽ മതി, കൺക്ലൂഷനിലേക്ക് പോയാൽ മതി. പി ലെസ് ദാൻ ക്യൂ ഈക്വൽ ടു ആർ ഗ്രേറ്റർ ദാൻ എസ്, ക്യൂ ലെസ് ദാൻ ഈക്വൽ ടു ടി ലെസ് ദാൻ ഈക്വൽ ടു യു ഈക്വൽ ടു വി. ഓക്കെ, ഇതെല്ലാം പ്രീവിയസ് ഇയർ ജി ഡി അല്ല സ്റ്റെനോയ്ക്കും എല്ലാം ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ. ജിക്ക് ഈ ഇടയ്ക്കാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇപ്പോഴാണ് ഈ ക്വസ്റ്റ്യൻ അങ്ങനെ റീസണിങ്ങിൽ കൂടുതലായിട്ട് ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കിക്കേ, ഫസ്റ്റ് കൺക്ലൂഷൻ, എസിന് എങ്ങോട്ടേക്ക് പോകണം? ബിയുടെ അടുത്തേക്ക് പോകണം. എസിന് ആറിൻ്റെ അടുത്തോട്ടേക്ക് പോകാൻ പറ്റുമോ? ഇല്ല, അവിടെ അടച്ചിട്ടിരിക്കുവാണ്. സോ അത് ക്ലോസ്ഡ് ആണ്. അടുത്ത, വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പി. വിക്ക് എങ്ങോട്ടേക്ക് പോകണം? പിയുടെ അടുത്തേക്ക് പോകണം. വിക്ക് പോകാൻ പറ്റുമോടാ? നോക്കാം.
വിക്ക് എങ്ങോട്ടേക്ക് പോവാം? യുവിൻ്റെ അടുത്തേക്ക് പോകാം. യു ഇവിടെ തുറന്നിരിക്കുക, എങ്ങോട്ടേക്ക് പോവാം? ടിയുടെ അടുത്തേക്ക് പോവാം. യുവിന് ടിയുടെ ഇടം വരെ പോകാം. ഇനി ടിക്ക് എവിടെ പോവാം? ക്യൂവിൻ്റെ അടുത്തോട്ടേക്ക് പോകത്തില്ലേ? ഓക്കെ അല്ലേ? ടിക്ക് ക്യൂവിൻ്റെ അടുത്തേക്ക് പോവാം. ദെൻ നമുക്ക് പോകേണ്ടത് എങ്ങോട്ടേക്കാ? പിക്ക് വിയുടെ അടുത്തേക്കാ പോകണ്ടേ. സോറി, വിക്ക് പിയുടെ അടുത്തേക്കാ പോകേണ്ടത്. അപ്പൊ വിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. വിയിൽ നിന്ന് യു, യുവിൽ നിന്ന് ഓപ്പൺ ആണ് ടി, ടിയിൽ നിന്ന് ക്യൂ, ദെൻ ക്യൂവിൽ നിന്ന് എങ്ങോട്ടേക്ക് എത്തി? പിയിലേക്ക് എത്തി. ശരിയല്ലേ? ക്യൂവിൽ നിന്ന് എങ്ങോട്ടേക്ക് എത്തി? പിയിലേക്ക് എത്തി. എല്ലാ വഴിയിലും ലോക്ക് ഉണ്ടോ നോക്കിക്കേ, കാരണം ഇവിടെ ലോക്ക് ഉണ്ട്. സോ ഓപ്ഷൻ 2 ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. മനസ്സിലായോ? ഇനി എസ് ഗ്രേറ്റർ ദാൻ പി. എസിന് എങ്ങോട്ടും ഇറങ്ങാൻ പറ്റത്തില്ല, അവിടെ ഓൾറെഡി ലോക്ക്ഡ് ആണ്. അടുത്ത നോക്കിക്കേ, എസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു യു. അതും പറ്റത്തില്ല, എസിന് പോകാൻ പറ്റില്ല, എസ് ക്ലോസ്ഡ് ആണ്. സോ ഓപ്ഷൻ 2 മാത്രമേ നമുക്കിവിടെ ഫോളോ ചെയ്യത്തുള്ളൂ. ഓക്കെ ആണോ? ക്ലിയർ ആയല്ലോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ? ഇത്രയും സിമ്പിളായിട്ട് ഇനിയും സിമ്പിളായിട്ട് ഇനി പറഞ്ഞു തരാൻ ഒക്കില്ല. ഓക്കെ അല്ലേ? സെറ്റ് ആണല്ലോ? അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. A less than B greater than C greater than D, C greater than E greater than F equal to G. സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ. എന്താണ്? ഇക്ക് എങ്ങോട്ടേക്ക് പോകണം? എയുടെ അടുത്തേക്ക് പോകാൻ പറ്റുമോ? ഇക്ക് എയുടെ അടുത്തേക്ക് പോകാൻ പറ്റുമോ നോക്കാം. രണ്ടിലും കോമൺ ആയിട്ടുള്ളത് സി ആണ്. സോ സിയിൽ എത്തിയാലേ ഇക്ക് എവിടെ പോകാൻ പറ്റൂ? എയുടെ അടുത്തേക്ക് പോകാൻ പറ്റൂ. ഇയിൽ നിന്നും ഇങ്ങോട്ടേക്ക് സിയുടെ അടുത്തേക്ക് പോകാൻ പറ്റില്ല, ക്ലോസ്ഡ് ആണ്. ഇക്ക് എങ്ങോട്ടേക്ക് പോവാം? എഫിന്റെ അടുത്തേക്ക് പോവാം. എഫിൽ നിന്നും ജിയുടെ അടുത്തേക്കും പോവാം. പക്ഷെ അവരോട്ടും കണക്ഷൻ ഇല്ലല്ലോ, സോ അത് പറ്റില്ല. ഓക്കെ അല്ലേ? അടുത്തത് ജിക്ക് എങ്ങോട്ടേക്ക് പോകണം? സിയുടെ അടുത്തേക്ക് പോകണം. എവിടെ നമ്മുടെ ജി എന്തിയെ? ജിക്ക് നോക്കിക്കേ, ജിക്ക് എങ്ങോട്ടേക്ക് പോകണം? സിയുടെ അടുത്തേക്ക് പോകണം. ജിക്ക് എഫിന്റെ അടുത്തേക്ക് പോകാം. ഓക്കെ, എഫ് ക്ലോസ്ഡ് അല്ലേടാ, പോകാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, ജിക്ക് എങ്ങോട്ടേക്ക് പോവാം? എഫിന്റെ അടുത്ത് പോവാം. എഫ് ഇവിടെ ക്ലോസ്ഡ് ആണ്, ഒന്നും ചെയ്യാൻ ഒക്കില്ല. ഓക്കെ, അടുത്തത് ബിക്ക് ജിയുടെ അടുത്തേക്ക് പോകണം. ബിക്ക് എവിടെ പോകണം? ജിയുടെ അടുത്തേക്ക് പോകണം. ബി എവിടെ? ബി ദേണ്ടേ. ബിക്ക് എവിടെ പോവാം? സിയുടെ അടുത്തേക്ക് പൊക്കൂടെ? വാ തുറന്നിരിക്കുമല്ലേ, ഗേറ്റ് തുറന്ന് കിടക്കുമല്ലേ. സിക്ക് എവിടെ പോവാം? ഇയുടെ അടുത്തേക്ക് പൊക്കൂടെ? ഇക്ക് എഫിന്റെ അടുത്തേക്ക് പൊക്കൂടെ? എഫിന് ജിയുടെ അടുത്ത് എത്തത്തില്ലേ? അപ്പോ ബിക്ക് ജിയുടെ അടുത്തേക്ക് പോവാം. ഇനി അങ്ങനെ പോയാൽ മാത്രം പോരാ, സൈൻ നോക്കണം. ഈ ഗ്രേറ്റർ ദാൻ സിമ്പൽ അല്ലേ? ഈ ഗ്രേറ്റർ ദാൻ സിമ്പൽ ആകുമ്പോഴത്തേക്കും എന്താ വരുന്നത്? ഗ്രേറ്റർ ദാൻ സിമ്പിൾ ആകുമ്പോഴത്തേക്കും നമുക്ക് എന്താ പ്രശ്നം വരുന്നത്? അതായത് ഗ്രേറ്റർ സിമ്പിൾ വരുമ്പോൾ ഗ്രേറ്റർ ദാൻ സിമ്പിൾ. അപ്പൊ ഗ്രേറ്റർ ദാൻ സിമ്പിൾ ആകുമ്പോഴത്തേക്കും പോകുന്നവര് ഒരിടത്തെങ്കിലും എന്ത് വരണം? നമുക്ക് ഗേറ്റ് ഇല്ലാതെ ഇരിക്കണം അല്ലേ? അപ്പൊ ബി ഗ്രേറ്റർ ദാൻ ജി അല്ലേ വരുന്നത്. സോ നോക്കിക്കേ, ബി ഗ്രേറ്റർ ദാൻ ജി എടുത്തേ. ബി ഗ്രേറ്റർ ദാൻ ജി എടുക്കുമ്പോൾ നോക്കിക്കേ, നമ്മുടെ ഇനിക്വാളിറ്റി നോക്കിക്കേ, ബി ഗ്രേറ്റർ ദാൻ ജി. അവിടെ സിമ്പിൾ നോക്കിക്കേ, ബിക്ക് ജിയുടെ അടുത്തേക്ക് എത്താൻ ഗേറ്റ് ഇല്ല എന്ന് ഒരെണ്ണത്തിൽ എന്ത് വേണം? ജിക്ക് ഗേറ്റ് ഇല്ലാതെ എത്തണം. സോ ബിക്ക് നോക്കിക്കേ, ബി നമ്മൾ എവിടുന്നാ പറഞ്ഞ? ബി സിയുടെ അടുത്തേക്ക് പോയി, സിയിൽ നിന്ന് ഇ എഫ്, എഫ് ടു ജി, അങ്ങനെയല്ലേ പോയത്. അപ്പോൾ ആ ഗേറ്റ് നോക്കിക്കേ, ഒരിടത്തല്ല 2-3 അടുത്ത് എന്തുണ്ട്? ഗേറ്റ് ഇല്ലാതെ ഉണ്ട് അല്ലേ? അപ്പൊ അതെന്തായിരിക്കും? സെറ്റ് ആയിരിക്കും. ബി ഗ്രേറ്റർ ദാൻ ജി എന്ന് പറയുന്നത് ഫോളോ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത എഫ് ഗ്രേറ്റർ ദാൻ ഡി ലെസ് ദാൻ എഫ് എന്ന് പറഞ്ഞാൽ എഫിന് എങ്ങോട്ടേക്ക് പോകാം? ഡിയുടെ അടുത്തേക്ക് പോകാം. എഫിന് എങ്ങോട്ടേക്ക് പോവാം? ഡിയുടെ അടുത്തേക്ക് പോകാം. അപ്പോൾ എഫിനെ നോക്കിക്കേ, ഇത് ഒരെണ്ണം അല്ലേ ഫോളോ ചെയ്യുന്നുള്ളൂ, അപ്പൊ അത് തന്നെ ആയിരിക്കും ട്രൂ. എഫിന് ഡി അടുത്തോട്ട് പോകാൻ പറ്റുമോ? എഫിന് എങ്ങോട്ടേക്കാ പോകാൻ പറ്റുന്നത്? ജിയുടെ അടുത്തേക്ക് പോവാം. ഇയുടെ അടുത്തേക്ക് പോകാൻ പറ്റില്ല, സോ അത് ഫോളോ ചെയ്യത്തില്ല. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ അത് സെറ്റ് ആയല്ലോ. അപ്പം ഇത് ശ്രദ്ധിക്കണം, ബിക്ക് ജിയുടെ അടുത്തേക്ക് പോകാം, ബട്ട് ഒരിടത്തെങ്കിലും ഗേറ്റ് ഇല്ലാതുണ്ടാവണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, ഐ ലെസ് ദാൻ എം ലെസ് ദാൻ എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് ഈക്വൽ ടു ജെ. കൺക്ലൂഷൻ തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതൊക്കെ ഫോളോ ചെയ്യുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കിക്കേ, എമ്മിന് എങ്ങോട്ടേക്ക് പോകണം? എസിന്റെ അടുത്തേക്ക് പോകണം. എമ്മിന് എങ്ങോട്ടേക്ക് പോകണം? എസിന്റെ അടുത്തേക്ക് പോകണം. എമ്മിന് പോകാൻ പറ്റിയ സ്ഥലം, എമ്മിന് എഫിന്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല, ക്ലോസ്ഡ് ആണ്. എമ്മിന് ഐയുടെ അടുത്തേക്ക് പോവാം, പക്ഷെ ഐയുടെ അടുത്തോട്ട് പോയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അടുത്ത എഫ് ഈക്വൽ ടു എസ്, അതായത് എഫിന് എസിന്റെ അടുത്തേക്കും പോകാൻ പറ്റണം, അല്ലെങ്കിൽ തിരിച്ചും പോകാൻ പറ്റണം. അതവിടെ നിൽക്കട്ടെ. ഐക്ക് ഈക്വൽ ടു വരുമ്പോൾ അതവിടെ നിങ്ങൾ പോസ് ചെയ്ത് വെക്കാം. ഐക്ക് ജെ അടുത്തോട്ട് പോകാൻ പറ്റുമോ നോക്കിക്കേ. ഐക്ക് നോക്കിക്കേ, ഐയുടെ കേസ് പറയുവാണെങ്കിൽ ഐക്ക് ക്ലോസ്ഡ് ആണ് അല്ലേ? ഐക്ക് എങ്ങോട്ടേക്കും പോകാൻ പറ്റില്ല, അപ്പൊ അത് ഫോളോ ചെയ്യില്ല, ഇതും ഫോളോ ചെയ്യില്ല. ഓക്കെ അല്ലേ? അടുത്ത എം ലെസ് ദാൻ ഡി, ഡിക്ക് എമ്മിന്റെ അടുത്തേക്ക് പോകാൻ പറ്റുമോ? ഡിക്ക് നോക്കിക്കേ, ഡിക്ക് എഫിന്റെ അടുത്തേക്ക് പോവാം, ഓപ്പൺ ആണ്.
എഫിൽ നിന്ന് എങ്ങോട്ടേക്ക് പോവാം? എമ്മിൻ്റെ അടുത്തേക്ക് പോവാം. അപ്പോൾ ഡിക്ക് എമ്മിൻ്റെ അടുത്തേക്കാണല്ലോ പോകേണ്ടത്. ഇനി ഇവിടെ എന്തില്ല? ഇനീക്വാളിറ്റി ഇല്ല. അപ്പോൾ പോകുന്ന വഴി എന്ത് വേണം? ഒരിടത്തെങ്കിലും ലോക്ക് ഇല്ലാതിണ്ടാവണം. ഒരിടത്ത് വേണ്ട ലോക്ക് ഇല്ലല്ലോ. സോ ഇതായിരിക്കും നമുക്ക് ഓപ്ഷൻ ഇതായിട്ട് വരുന്നത്. ഓക്കെ, ബട്ട് അവിടെ രണ്ടാമത് നമ്മൾ പോസ് ചെയ്തു എഫ് ഈക്വൽ ടു എസ്. എഫ് എസിലേക്ക്, എസ് എഫിലേക്കും. നോക്കിക്കേ, എസിന് ഡിയുടെ അടുത്തേക്ക് പോവാം, ഡിയിൽ നിന്നും എഫിൻ്റെ അടുത്തേക്കും പോകാം. ശരിയല്ലേ? ഓക്കെ അല്ലേ? എന്താ പറഞ്ഞേ? എസിന് ഡിയുടെ അടുത്തേക്ക് പോവാം, ഡിയിൽ നിന്ന് എഫിൻ്റെ അടുത്തേക്കും പോവാം. അവിടെ എല്ലാം എന്തുണ്ട്? ഗേറ്റും ഉണ്ട്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം ഇവിടെ? ഓപ്ഷൻ കൺക്ലൂഷൻ 2 ഈസ് ട്രൂ, കൺക്ലൂഷൻ 4 ഇസ് ട്രൂ, 1 ഉം 3 ട്രൂ, 4 ഉം 2 ഉം ട്രൂ. 4 ട്രൂ ആണെന്ന് മനസ്സിലായല്ലോ. ഇനി 1ന്റെ കേസ് അല്ല, 2ന്റെ കേസ് എഫ് ഈക്വൽ ടു എസ് ആണ് അല്ലേ? എഫ് ഈക്വൽ ടു എസ് എന്ന് പറഞ്ഞാൽ ലോക്കാണ്, അങ്ങോട്ടും ഇങ്ങോട്ടേക്കും പോകാം. പക്ഷേ എഫിന് എസിലേക്ക് പോകാം, തിരിച്ച് എസിന് എഫിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുമോ? ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാമെന്നാണ് അതിൻ്റെ ഇത്. ഓക്കെ, അപ്പോൾ അത് only 4 മാത്രമായിരിക്കും ട്രൂ. കൺക്ലൂഷൻ 4 ഇസ് ട്രൂ. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടേക്കും പോകണം. ഓക്കെ, അടുത്ത നോക്കിക്കേ, ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. കൺക്ലൂഷൻ n ഗ്രേറ്റർ ദാൻ എൽ ഓ ഈക്വൽ ടു എം. n ഗ്രേറ്റർ ദാൻ എൽ എന്ന് പറഞ്ഞാൽ എന്താ? എന്നിന് എല്ലിൻ്റെ അടുത്തേക്ക് പോകണം. എന്നിന് എല്ലിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുമോ നോക്കിക്കേ. n എവിടെ? വേണ്ട, ഇതാണ് n. അപ്പൊ എന്നിന് പിയുടെ അടുത്തേക്ക് പോകാം, പിയിൽ നിന്നും ജെയുടെ അടുത്തേക്ക് പോവാം, ജെയിൽ നിന്ന് ഓയുടെ അടുത്തേക്ക് പോവാം, ഓയിൽ നിന്നും എങ്ങോട്ടേക്ക് പോവാം? എല്ലിൽ കൂടെ പോകാമല്ലോ. എന്നിൽ നിന്ന് എല്ലിലേക്കല്ലേ പോകണ്ടേ? n ടു എൽ ആണ് പോകേണ്ടത്. അപ്പൊ n ഓപ്പൺ ആണ്. പിയിൽ നിന്ന് ജെയിലേക്ക് പോവാം, ജെയിൽ നിന്ന് ഓയിലേക്ക് പോവാം, ഓയിൽ നിന്ന് എല്ലിലേക്ക് പോവാം. ഇനി എന്താണ്? ഗ്രേറ്റർ ദാൻ സിമ്പിൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ പോകുന്നവർ ഒരിടത്തെങ്കിലും ലോക്ക് ഇല്ലാതെ ഉണ്ടാവണം. രണ്ടിടത്ത് ലോക്ക് ഇല്ലല്ലോ. സോ 1 ഫോളോ ചെയ്യും. 2 നോക്കിക്കേ, ഓയ്ക്ക് എമ്മിൻ്റെ അടുത്തേക്കും എമ്മിന് ഓയുടെ അടുത്തേക്കും. ഓയ്ക്ക് ഇവിടെ പോകാൻ പറ്റില്ല, ലോക്ക്ഡ് ആണ്. പക്ഷെ ഓയ്ക്ക് എല്ലിൻ്റെ അടുത്തേക്ക് പോവാം, പക്ഷെ ഇത് കണക്ഷൻ ഒന്നും ഇല്ലല്ലോ. സോ അതെന്ത് ചെയ്യത്തില്ല? ഫോളോ ചെയ്യില്ല. അപ്പൊ ഒന്നാമത്തെ മാത്രമേ ഫോളോ ചെയ്യത്തുള്ളൂ. അവിടെ 2 ഒന്നാണോ വന്നത്? ഇത് 1 ആണ് കേട്ടോ. only conclusion 1 is true. മനസ്സിലായോ? ക്ലിയർ ആയോ? സെറ്റ് ആണല്ലോ. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മാത്രം മതി? നിങ്ങൾ ഈ വാ തുറന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഗേറ്റ് പുറത്ത് പോകുന്നത് മാത്രം ഓർത്താൽ മതി. ലൈക്ക് ലോക്ക് ഉണ്ടെങ്കിൽ പോകുന്ന വഴി എല്ലായിടത്തും ലോക്ക് വേണം, അല്ലാന്നുണ്ടെങ്കിൽ ഒരിടത്തെങ്കിലും ലോക്ക് വേണം. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈക്വൽ ടു സൈൻ ആണെങ്കിൽ ലോക്ക് എല്ലായിടത്തും ഉണ്ടാവണം, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ ഫോളോയിങ് സിമ്പിൾസ് ആർ യൂസ്ഡ്. എ ഹാഷ്ടാഗ് വരുമ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി ആണ്. ഡോളർ സൈൻ വരുമ്പോൾ എ ഈക്വൽ ടു ബി ആണ്. പെർസെൻറ്റേജ് മീൻസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഏത് കൺക്ലൂഷൻ ആണ് ഫോളോ ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ആ കൺക്ലൂഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഒന്ന് മാറ്റി എഴുതണം. അപ്പൊ ടി ഹാഷ്ടാഗ് യു എന്ന് പറഞ്ഞാൽ ടി ഗ്രേറ്റർ ദാൻ യു എന്നല്ലേ? കാരണം എ ഗ്രേറ്റർ ദാൻ ബി അല്ലേ? യു ഡോളർ സൈൻ വി എന്ന് പറഞ്ഞാൽ എന്താ? ഡോളർ സൈൻ അർത്ഥം എന്താ? എ ഈക്വൽ ടു ബി എന്നാ. സോ യു ഈക്വൽ ടു വി എന്ന് കിട്ടും. വി പെർസെൻറ്റേജ് ഡബ്ല്യു എന്നല്ലേ? പെർസെൻറ്റേജ് അർത്ഥം എന്താ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്നല്ലേ? സോ വി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡബ്ല്യു എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ എന്താണ് കൺക്ലൂഷൻ ആയിട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തരുന്നത്. പക്ഷെ അത് റീസണിങ് കൂടെ കോഡിങ് ചെയ്തേ ഉള്ളൂ. ഓക്കെ ആണോ? ഇനി ഏത് കൺക്ലൂഷൻ ആണ് ഫോളോ ചെയ്യുന്നത്? ടി ഗ്രേറ്റർ ദാൻ വി. ഏതാണ്? ടി ഗ്രേറ്റർ ദാൻ വി. ടിക്ക് വിയുടെ അടുത്തേക്ക് പോകാമോ? നോക്കാം. ടിക്ക് യുവിൻ്റെ അടുത്തേക്ക് പോകാമല്ലോ. യുവിൽ നിന്ന് വിയുടെ അടുത്തേക്ക് കൂടെ പോകാം. ഗേറ്റ് ഇല്ല, ഒരിടത്തെങ്കിലും ഗേറ്റ് ഇല്ലാതാവണം, അത് ഓക്കെ ആണ്. അടുത്ത യു ഗ്രേറ്റർ ദാൻ ഡബ്ല്യു. യുവിന് ആരടുത്തേക്ക് പോകണം? ഡബ്ല്യുവിന് അടുത്ത് പോകാൻ പറ്റുമോ നോക്കിക്കേ. യുവിന് വിയുടെ അടുത്തേക്ക് പോകാം, പക്ഷെ വിയിൽ നിന്ന് ഡബ്ല്യുവിലേക്ക് പോകാൻ പറ്റുമോ? ഇല്ല. അടുത്ത ടി ഗ്രേറ്റർ ദാൻ ഡബ്ല്യു. എല്ലാ ഓപ്ഷനും ചെക്ക് ചെയ്യുന്നത് അവിടെ നമ്മൾ പഠിക്കാത്ത ഏതെങ്കിലും വരുമ്പോൾ അതും കൂടി പറഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അടുത്തത് ടി ഗ്രേറ്റർ ദാൻ ഡബ്ല്യു. ടിക്ക് യു അടുത്തേക്ക് പോവാം, യുവിൽ നിന്ന് വിയുടെ അടുത്തേക്ക് പോവാം, പക്ഷെ വിയുടെ ലോക്കാണ്, പോകാൻ പറ്റില്ല. അപ്പൊ അതും പറ്റില്ല. അടുത്ത എന്താണ്? ഡബ്ല്യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി. അതിന്റെ അർത്ഥം എന്താ? വിക്ക് ഡബ്ല്യു അടുത്തേക്ക് പോകണം, ലോക്കുണ്ട്. വി എവിടെ? വിക്ക് എങ്ങോട്ടേക്കാ പോകണ്ടേ? ഡബ്ല്യുവിന്റെ അടുത്തേക്കാ. പക്ഷെ വിക്ക് പോകാൻ സ്ഥലം ഉണ്ടോ? ഇല്ല, ക്ലോസ്ഡ് ആണ്. അപ്പൊ അതും വരത്തില്ല. ഒന്നാമത്തെ ഓപ്ഷൻ ടി ഗ്രേറ്റർ ദാൻ വി മാത്രമേ ഫോളോ ചെയ്യത്തുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? സെറ്റ് ആണല്ലോ, കുഴപ്പമില്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. എ ഈക്വൽ ടു ടി ഗ്രേറ്റർ ദാൻ ഐ ഗ്രേറ്റർ ദാൻ ഡി. ഇത് അടുത്ത ഇതാണ്. ക്യു ഗ്രേറ്റർ ദാൻ എം
ഗ്രേറ്റർ ദാൻ ജെ ഗ്രേറ്റർ ദാൻ ടി. ഇവിടെ എന്താ വരുന്നത്? ഡി ക്യൂ. ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യൂ. ക്യൂവിന് ആരുടെ അടുത്തേക്ക് പോകണോടാ? ഡിയുടെ അടുത്തേക്ക് പോകണം. നോക്കിക്കേ, ക്യൂവിന് പോകാൻ പറ്റുന്ന സ്ഥലം എമ്മിൻ്റെ അടുത്തേക്ക് പോകാം. ഓക്കെ, എമ്മിൽ നിന്നും ജെയുടെ അടുത്തേക്ക് പോവാം, ജെയിൽ നിന്ന് ടിയുടെ അടുത്തേക്ക് പോവാം, ടിയിൽ നിന്നും ഐയിലേക്ക് വരാം, ഐയിൽ നിന്നും ഡിയിലേക്ക് വരാം. എത്തിയോ? ഡിയും ക്യൂവും തമ്മിൽ എത്തിയോ? എങ്ങനെ എത്തിയേ? ക്യൂവിൽ നിന്നും എമ്മിലേക്ക് ചാടാം, എമ്മിൽ നിന്നും ജെയിലേക്ക്, ജെയിൽ നിന്ന് ടി, ദെൻ ടിയിൽ നിന്നും ഐയിലേക്ക്, ഐയിൽ നിന്ന് ഡിയിലേക്കും വരാൻ പറ്റും അല്ലേ? സോ അത് ഫോളോ ചെയ്യാൻ പറ്റും. അടുത്ത് നോക്കിക്കേ, എം ലെസ് ദാൻ ഐ ആണ്. ഐക്ക് എങ്ങോട്ടേക്ക് പോകണം? എമ്മിൻ്റെ അടുത്തേക്ക് പോകണം. ഐ എവിടെ? ഇവിടാണ് ഐ. അപ്പൊ നോക്കിക്കേ, ഐക്ക് എമ്മിൻ്റെ അടുത്തേക്ക് പോകണം. ഐക്ക് ഇവിടെ ഓപ്പൺ ആണ് അല്ലേ? ഐക്ക് എങ്ങോട്ടേക്ക് പോവാം? ഡിയുടെ അടുത്തേക്ക് പോവാം. പക്ഷേ വേറെ എങ്ങും പോകാൻ പറ്റൂലല്ലോ. ഐക്ക് ഇവിടെ ക്ലോസ്ഡ് ആണ്, അങ്ങോട്ടേക്ക് ഓപ്പൺ ഇല്ല. ദെൻ ഐക്ക് പോകുന്ന ഡി എ ഉള്ളൂ, പക്ഷെ ഡി ആയിട്ട് ഇവിടുത്തെ കണക്ഷൻ വരത്തില്ല. അപ്പൊ അത് ഫോളോ ചെയ്യത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത ഐ ഗ്രേറ്റർ ദാൻ ക്യൂ. ഐക്ക് എങ്ങോട്ടേക്ക് പോകണം? ക്യൂവിൻ്റെ അടുത്തേക്ക് ചാടാൻ പറ്റുമോ? ഐക്ക് ഡിയുടെ അടുത്തേക്ക് പോകാനേ പറ്റൂ. ഡിയിൽ നിന്ന് ക്യൂവിലേക്ക് പോകാൻ പറ്റില്ല. ഐക്ക് ടിയുടെ അടുത്ത് പോകാൻ പറ്റുമെങ്കിൽ നമുക്ക് നോക്കാമായിരുന്നു, പക്ഷെ എന്നാലും ഇവിടെ പറ്റില്ല. സോ ഇതും ഫോളോ ചെയ്യത്തില്ല. അടുത്ത എന്താണ്? എ ടു ക്യൂ. എക്ക് ക്യൂവിൻ്റെ അടുത്തേക്ക് പോകണം. എക്ക് ടിയുടെ അടുത്തേക്ക് പോകാമല്ലോ, പോകാം. എക്ക് ക്യൂവിൻ്റെ അടുത്തേക്ക് പോകാമല്ലോ, എക്ക് ടിയുടെ അടുത്തേക്ക് പോവാം, ടിയിൽ നിന്ന് ഐയിലേക്ക് പോവാം, ഐയിൽ നിന്നും ഡിയിലേക്ക് പോകാം. നമുക്ക് എവിടെ എത്തണ്ടേ? ക്യൂവിൽ എത്തണ്ടേ. അപ്പൊ അവിടെ വരെ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ഒന്ന് ബാക്കിലോട്ട് വന്നേ. ടി ആണ് കണക്ഷൻ അല്ലേ? എക്ക് ടിയുടെ അടുത്തേക്ക് പോവാം. ഓക്കെ, ടിയിൽ നിന്ന് പക്ഷെ ജെ ടു എം, എം ടു ക്യൂ ആ വരുന്നത്. പക്ഷെ ഇവിടെ കോസ്റ്റ് അല്ലേ, അപ്പൊ വരാൻ പറ്റില്ല. അതും എന്ത് ചെയ്യത്തില്ല? ഫോളോ ചെയ്യത്തില്ല. അപ്പൊ ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യൂ മാത്രമേ ഇവിടെ ഫോളോ ചെയ്യത്തുള്ളൂ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? സെറ്റ് ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സൊല്യൂഷൻ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. എൻ ലെസ് ദാൻ ക്യൂ, അതായത് ക്യൂ എങ്ങോട്ടേക്ക് പോകണം? എന്നിന്റെ അടുത്തേക്ക് പോകണം. നോക്കിക്കേ, ക്യൂവിന് പിയുടെ അടുത്തേക്ക് പോകാം. അപ്പൊ ക്യൂവിന് ആരുടെ അടുത്തേക്കാ പോവണ്ടേ? ക്യൂവിന് ആരുടെ അടുത്തേക്കാ പോവണ്ടേ? ക്യൂവിന് പോവേണ്ടത് എന്നിന്റെ അടുത്തേക്കാണ്. ക്യൂവിന് എന്നിന്റെ അടുത്തേക്കാണ് പോവേണ്ടത്. ഓക്കെ, സോ ക്യൂവിന് പിയുടെ അടുത്തേക്ക് പോകാൻ പറ്റും, പിയിൽ നിന്നും ടിയുടെ അടുത്തേക്ക് പോകാൻ പറ്റും. ടിയിൽ നിന്ന് എസിലേക്ക് പോവാം, എസിൽ നിന്ന് എമ്മിലേക്ക് പോവാം, എമ്മിൽ നിന്നും എന്നിലേക്ക് വരാം. സോ ക്യൂവിന് എവിടെ എത്തിച്ചേരാൻ പറ്റും? എന്നിന്റെ അടുത്തേക്ക് ചേരാൻ പറ്റും. പോകുന്ന വഴി ഒരിടത്തെങ്കിലും ലോക്ക് ഇല്ലാതെ ഉണ്ടാവണം. പക്ഷെ എല്ലാ ലോക്കും അവിടെ എങ്ങും ലോക്ക് ഇല്ല അല്ലേ? അപ്പൊ അത് ഫോളോ ചെയ്യും. അടുത്ത എന്താണ്? ക്യൂ ലെസ് ദാൻ എസ്. എസിന് എങ്ങോട്ടേക്ക് പോകണം? ക്യൂവിൻ്റെ അടുത്തേക്ക് പോകണം. നമുക്ക് നോക്കാം എസിന് ക്യൂവിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുമെന്ന്. എസിന് ശരിക്കും പറഞ്ഞാൽ എമ്മിൻ്റെ അടുത്തേക്ക് പോവാം. പക്ഷേ എമ്മും ടി ആണ് കോമൺ ആയിട്ടുള്ളത്. സോ എസിന് ടി അടുത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ. എസിന് എമ്മിൽ നിന്ന് എന്നിലേക്ക് പോകാൻ പറ്റൂ. സോ അതും ഫോളോ ചെയ്യത്തില്ല. അടുത്ത പി ലെസ് ദാൻ എം. എമ്മിന് എങ്ങോട്ടേക്ക് പോകണം? പിയുടെ അടുത്തേക്ക് പോകാൻ പറ്റുമോ? എമ്മിന് പിയുടെ അടുത്തേക്ക് പോകാൻ പറ്റുമോ? എമ്മിന് എന്നിൻ്റെ അടുത്തേക്ക് പോകാം, പക്ഷെ എമ്മിന് എസിൻ്റെ അടുത്ത് പോകാൻ പറ്റില്ല. സോ അതും പറ്റില്ല. എന്നിന് പി അടുത്തേക്ക് പോകാൻ പറ്റുമോ? ഇല്ല, കാരണം എന്നിന് എങ്ങോട്ടേക്കും പോകാൻ പറ്റില്ല അല്ലേ? എന്നിൻ്റെ ക്ലോസ്ഡ് അല്ലേ, എങ്ങോട്ടേക്കും പോകാൻ പറ്റില്ലല്ലോ. സോ അതും പറ്റില്ല. ഫസ്റ്റ് ഓപ്ഷൻ എൻ ലെസ് ദാൻ ക്യൂ മാത്രമേ പറ്റൂ. ഓക്കെ, ക്ലിയർ, സെറ്റ് ആണല്ലോ, കുഴപ്പമില്ലല്ലോ, വളരെ സിമ്പിൾ അല്ലേ? അപ്പൊ ഇനിയുള്ള എക്സാംസിന്, അതായത് ഇനിയുള്ള ജിഡിയുടെ എക്സാംസിനൊക്കെ ഇത് നോക്കിയിട്ട് ചെയ്യാൻ പറ്റത്തില്ലേ? ഉറപ്പായിട്ടും പറ്റണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എസ് ഈക്വൽ ടു എം ഗ്രേറ്റർ ദാൻ ഇസഡ് ഗ്രേറ്റർ ദാൻ എക്സ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ് എ ഗ്രേറ്റർ ദാൻ ബി ഈക്വൽ ടു എം. ഇവിടെ എന്താണ്? ഇസഡ് ബിയുടെ അടുത്തേക്ക് പോകാൻ പറ്റുമോ? ഇസഡിന് ബിയുടെ അടുത്തേക്ക് പോകാൻ പറ്റുമോ? ഇസഡിന് ബിയുടെ അടുത്തേക്ക് പോകാൻ ഇവിടെ രണ്ടിലും കണക്ഷൻ ആയിട്ട് വരുന്നത് എ ബി എം. എം ആണ് കണക്ഷൻ അല്ലേ? അപ്പോൾ ഇസഡിന് ബിയുടെ അടുത്തേക്ക് പോകണം. എമ്മിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ നോക്കാം. ഇസഡിന് ലോക്കാണ്, ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ എങ്ങോട്ടേക്കും, സോറി എക്സ് അല്ലല്ലോ ഇസഡ് അല്ലേ. ഇസഡിന് എക്സിന്റെ അടുത്തേക്ക് പോവാം, പക്ഷെ വേറെ എങ്ങും പോവാൻ പറ്റില്ല. ഇസഡിന് എമ്മിന്റെ അടുത്തേക്ക് പോവാണെങ്കിൽ ഓക്കെ, പക്ഷെ അവിടെ ലോക്കാണ്, അവിടെ പറ്റില്ല. എക്ക് എക്സിന്റെ അടുത്തേക്ക് പോകാൻ പറ്റുമോ? എക്ക് ബിയുടെ അടുത്തേക്ക് പൊക്കൂടെ? ബിക്ക് എമ്മിന്റെ അടുത്തേക്ക് പൊക്കൂടെ? എമ്മിന് ഇസഡിന്റെ അടുത്തേക്ക് പൊക്കൂടെ? ഇസഡിൽ നിന്ന് എക്സിന്റെ അടുത്തേക്ക് പോവില്ലേ? അപ്പൊ അതെല്ലാം ഓപ്പൺ അല്ലേ? ഒരെണ്ണമെങ്കിലും ഗേറ്റ് ലോക്ക് ഇല്ലാതില്ലേ? ഉണ്ട്. സോ ഓപ്ഷൻ ബി, ഇസഡ് ഗ്രേറ്റർ ദാൻ എ.
ഇസഡ് ഗ്രേറ്റർ ദാൻ എ എന്ന് പറഞ്ഞാൽ എന്താ? ഇസഡ് ഗ്രേറ്റർ ദാൻ എ. അപ്പൊ ഇസഡിന് എയുടെ അടുത്തേക്ക് പോകണം, ഇസഡിന് എക്സിന്റെ അടുത്തേക്ക് പോകാം. പക്ഷെ എക്സുമായിട്ട് കണക്ഷൻ ഇല്ലല്ലോ. ഇസഡിന് എമ്മിന്റെ അടുത്തേക്ക് പോകാൻ പറ്റൂ? ഇല്ല. കാരണം അവിടെ രണ്ടിടത്തും കോമൺ ആയിട്ട് വരുന്ന ലെറ്റർ ഏതാ? എം ആണ്. അപ്പൊ അവർ തമ്മിലൊരു ലിങ്ക് കിട്ടിയാലേ നമുക്ക് പോകാൻ പറ്റൂ. സോ ഇസഡിന് ഇവിടെ ഡോർ ക്ലോസ്ഡ് ആണ്, എമ്മിലേക്ക് പോകാൻ പറ്റില്ല. പക്ഷെ എക്സിന്റെ അകത്തേക്ക് പോവാം. എക്സിന്റെ അടുത്ത് പോയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അതും ഫോളോ ചെയ്യില്ല. എസിന് എയുടെ അടുത്തേക്ക് പോകാമോ? എസിന് എമ്മിന്റെ അടുത്തേക്ക് പോവാം അല്ലേ? ഞാൻ വായിക്കുന്നത് അത് നമ്മൾ ചെയ്യുമ്പോൾ ഉള്ള ക്വസ്റ്റ്യൻ നോക്കാൻ വേണ്ടി മാത്രമാണ്. എസിന് എയുടെ അടുത്തേക്ക് പോവാമോ? എസിന് എമ്മിന്റെ അടുത്തേക്ക് പോവാം. എമ്മിന് ബിയുടെ അടുത്തേക്ക് പോവാം. ബിയിൽ നിന്നും എയുടെ അടുത്തേക്ക് പോകാൻ പറ്റുമോ? ഇവിടെ ക്ലോസ്ഡ് അല്ലേ? പറ്റില്ല. സോ അതും പറ്റില്ല. എസിന് എയുടെ അടുത്തേക്കാണ് എത്തേണ്ടത്. ബിയുടെ അടുത്താണെങ്കിൽ പോകാൻ പറ്റുമായിരുന്നു. ഓക്കെ. പക്ഷെ ബിയുടെ അടുത്ത് പോകുമ്പോഴേ ഇവിടെ സപ്പോസ് എസ് ഗ്രേറ്റർ ദാൻ ബി എന്നാണെന്ന് വെച്ചോ. അപ്പൊ എസിന് ബിയുടെ അടുത്തേക്ക് പോകണമെന്നല്ലേ? എസിന് എമ്മിന്റെ അടുത്തേക്ക് പോവാം, എമ്മിൽ നിന്ന് ബിയുടെ അടുത്തേക്ക് പോവാം. പക്ഷേ ഇവിടെ എന്താണ്? ഈ ഇനീക്വാലിറ്റിയിൽ ഈക്വൽ ടു സൈൻ ലോക്ക് ഉണ്ട്. അപ്പൊ ലോക്ക് ഉള്ളപ്പോൾ പോകുന്ന വഴി ലോക്ക് വേണം ഒരിടത്തെങ്കിലും. പോകുന്ന വഴി ലോക്ക് വേണമെന്നാണ് ലോക്ക് ഉണ്ടെങ്കിൽ. ഇപ്പൊ ഈ സപ്പോസ് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരുന്നു എങ്കിൽ, എസ് ഗ്രേറ്റർ ദാൻ ബി എന്നാണെങ്കിൽ പോകുന്ന വഴി എന്താണ്? ലോക്ക് ഇല്ല. അപ്പൊ ഒരിടത്തെങ്കിലും ലോക്ക് ഇല്ലാതാവണം. എസ് എമ്മിലേക്ക് പോയപ്പോൾ ലോക്ക് ഉണ്ടായിരുന്നു, എം ബിയിലേക്ക് പോയപ്പോഴും ലോക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഫോളോ ചെയ്യാനും വഴിയില്ല. എഴുതി വെക്കരുത്. കാരണം പോകാം, പക്ഷെ ആ ഒരു ഗ്രേറ്റർ ദാൻ സിമ്പിൾ മാത്രം വരുവാണെങ്കിൽ ഒരിടത്തെങ്കിലും ലോക്ക് ഇല്ലാതാവണം. ലോക്ക് ഉണ്ടെങ്കിൽ എല്ലായിടത്തും ലോക്ക് വേണം. അപ്പൊ അത് വിട്ടുപോകരുത്. ഓക്കെ, ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. ഇസഡ് ഈക്വൽ ടു ഇ ഗ്രേറ്റർ ദാൻ ആർ ഗ്രേറ്റർ ദാൻ ജി ലെസ് ദാൻ വൈ ഗ്രേറ്റർ ദാൻ ക്യൂ ഈക്വൽ ടു എഫ്. അത് സ്റ്റേറ്റ്മെന്റ് എന്താണെങ്കിലും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. കൺക്ലൂഷൻ നോക്കിക്കേ. ആർ ലെസ് ദാൻ എഫ് എന്ന് പറഞ്ഞാൽ എന്താ? എഫിന് ആറിന്റെ അടുത്തേക്ക് പോകണം, എഫിന് ആറിന്റെ അടുത്തേക്ക് പോകണം, ആറിന്റെ അടുത്തേക്ക് പോകണം. പോകാൻ പറ്റുമോ? എഫിന് ക്യൂവിന്റെ അടുത്തേക്ക് പോവാം, ക്യൂവിൽ നിന്നും വൈയുടെ അടുത്തേക്ക് പോകാൻ പറ്റുമോ? ഇല്ല. പോകേണ്ടത് ആറും എഫിനുമാണ്, ഇവർ തമ്മിലാണ് പോകേണ്ടത്. പക്ഷെ അവിടെ ക്ലോസ്ഡ് അല്ലേ? സോ അത് പറ്റില്ല. ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇസഡ്. ആറിന് എവിടെ പോകണം? ഇസഡിന്റെ അടുത്തേക്ക് പോകണം. അപ്പൊ ആറിനും ഇസഡിന്റെ അടുത്തേക്കും പോകാൻ പറ്റുമോ നോക്കിക്കേ. ആറും ഇസഡും. ആറിന് ഇവിടെ ലോക്ക്ഡ് ആണ്, തുറന്നില്ല. പോകാൻ പറ്റുമോ? ആറിന് ഇസഡിന്റെ അടുത്തേക്ക് പോകാൻ പറ്റുമോ? ഇല്ല. സോ നെയ്തർ കൺക്ലൂഷൻ 1 and 2 ഈസ് ട്രൂ. രണ്ടും ട്രൂ അല്ല. അങ്ങനെയും വരാറുണ്ട്. ഓക്കെ, അങ്ങനെയും വരാറുണ്ട്. ക്വസ്റ്റ്യൻ തെറ്റിയൊന്നും ആയിരിക്കത്തില്ല, അങ്ങനെയും വരാറുണ്ട്. ഓക്കെ, ദെൻ അവർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എം ലെസ് ദാൻ കെ ലെസ് ദാൻ ഐ ലെസ് ദാൻ ജെ ഗ്രേറ്റർ ദാൻ എച്ച് ഈക്വൽ ടു ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ്. എന്താ കൺക്ലൂഷൻ? എച്ച് ഈക്വൽ ടു എഫ്, ജെ ഗ്രേറ്റർ ദാൻ ജി. എച്ച് ഈക്വൽ ടു എഫ് എന്ന് പറഞ്ഞാൽ എന്താ? എച്ചിന് എഫിൻ്റെ അടുത്തേക്കും എഫിന് എച്ചിൻ്റെ അടുത്തേക്കും പോകാൻ ലോക്കും ഉണ്ട്. ഓക്കെ, അപ്പോൾ എച്ച് എവിടെ? എച്ചിന് ജിയുടെ അടുത്തേക്ക് പോകാം. ഓക്കെ, ജിക്ക് നിന്നും എഫിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുമോ? ഇല്ല. എച്ച് എഫും ആണ്, ക്ലോസ്ഡ് ആണ്. സോ അത് വരത്തില്ല. ഓക്കെ, അടുത്ത ജെ ഗ്രേറ്റർ ദാൻ ജി. ജെയ്ക്ക് ജിയുടെ അടുത്തേക്ക് പോകാൻ പറ്റുമോ? നോക്കാം. ജെയ്ക്ക് എച്ചിൻ്റെ അടുത്തേക്ക് പോവാം. എച്ചിൽ നിന്ന് എങ്ങോട്ടേക്ക് പോവാം? ജിയുടെ അടുത്തേക്ക് പോകാമല്ലോ. അപ്പൊ കൂടെ അപ്പൊ ജെയ്ക്ക് എച്ചിൻ്റെ അടുത്തേക്ക് പോവാം, എച്ചിൽ നിന്നും ജിയുടെ അടുത്തേക്ക് എത്തും. പോകുന്ന വഴി ഒരിടത്തെങ്കിലും ലോക്ക് ഇല്ലാതാവണം. ഇവിടെ ലോക്ക് ഇല്ലല്ലോ, ഇല്ല. സോ നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷൻ ട്രൂ ആണ്. കൺക്ലൂഷൻ 2 ഈസ് ട്രൂ. മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പൊ ഇത്രേ ഉള്ളൂ ഇനീക്വാലിറ്റി. വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞു തന്നത്. അപ്പം ഇനിയുള്ള GD എക്സാംസ് ഉള്ളവർ എന്ത് ചെയ്യുക? ഇതൊന്ന് കണ്ടിട്ട് പോകാൻ നോക്കാം. ഓക്കെ, മനസ്സിലായല്ലോ? 2 കാര്യങ്ങൾ മാത്രം ഓർത്താൽ മതി. ലോക്ക് ഉണ്ടെങ്കിൽ പോകുന്ന വഴി എല്ലാ ലോക്ക് ഉണ്ടാവണം. സ്റ്റേറ്റ്മെന്റ് എന്ത് തന്നെ ആണെങ്കിലും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. എന്ത് നോക്കിയാൽ മതി? നിങ്ങളുടെ കൺക്ലൂഷൻ നോക്കിയിട്ട് സ്റ്റേറ്റ്മെന്റിൽ ഫോളോ ചെയ്യുന്നതുകൊണ്ട് മാത്രം നോക്കിയാൽ മതി. ദെൻ രണ്ടാമത്തെ കേസ് പറഞ്ഞത് ലോക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ പോകുന്ന വഴി എവിടെയെങ്കിലും ഒരിടത്തെങ്കിലും ലോക്ക് ഇല്ലാതാവണം. ഓക്കെ, ആ വാ തുറന്നിരിക്കുന്ന അർത്ഥം എന്താ? അയാൾക്ക് മറ്റിടത്തേക്ക് പോകാൻ പറ്റും. അത്രേ ഉള്ളൂ അതിന്റെ അർത്ഥം. ഓക്കെ ആണോ? സെറ്റാണോ? ക്ലിയർ ആണല്ലോ? ഇനി ഇനീക്വാലിറ്റിയുടെ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ചെയ്യണം. ഓക്കെ, അപ്പൊ അടുത്തൊരു സെഷനിൽ നമുക്ക് കുറച്ച് വേറെ ടോപ്പിക്കുമായിട്ട് വരാം. താങ്ക്